തടില്ലേഖാ തന്നീം തപന ശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപത്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീം. ദേവിയുടെ ചൈതന്യം ഉപാസകന്റെ ശരീരത്തിലൂടെ പ്രവഹിക്കുന്ന അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്ത ഒന്നാണ്. അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒന്നാണ്, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. സ്വയം അനുഭവിക്കാനേ സാധിക്കുകയുള്ളൂ. ആധ്യാത്മിക സത്യം അന്വേഷിക്കുന്നവരുടെ ചിത്തം കാമം, ലോഭം മുതലായ കളങ്കങ്ങളിൽ നിന്നും അജ്ഞാനാഹങ്കാരങ്ങളിൽ നിന്നും മുക്തമായി പരമമായ ആഹ്ലാദലഹരിയാൽ പരിപൂർണമായി വിദ്യുല്ലത പോലെയുള്ള ദേവിയുടെ രൂപത്തെ തൻ്റെ സഹസ്രാര പത്മവനത്തിൽ, അതാണ് ആ കമലവനം, ആ സഹസ്രാര പത്മവനത്തില് നിരന്തരം ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഇടവിടാതെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സഹസ്രാര പത്മമാകട്ടെ മൂലാധാരം മുതലായ 6 പത്മങ്ങൾക്കും ഉപരിയാണ്. അവിടെ സൂര്യൻ, ചന്ദ്രൻ, വൈശ്വാനരൻ എന്നിങ്ങനെയുള്ള എല്ലാ സത്തുകളും ചേർന്ന സത്തായ കലയാണ് അവിടെ സഹസ്രാര പത്മത്തില് ആ തടില്ലതാ രൂപത്തിൽ ദർശിക്കപ്പെടുന്നത്. സാരസ്വത തന്ത്രത്തിൽ ധ്യാനം ആന്തരമാണ്. എന്നാലും ഇവിടെ ദേവിയുടെ ബാഹ്യകലകളെയാണ് ധ്യാനിക്കുന്നത് സാധാരണ രീതിയിൽ. പക്ഷെ ഇവിടെ ഈ പർട്ടിക്കുലർ ശ്ലോകത്തില് സൗന്ദര്യലഹരിയിൽ പൊതുവെ പറയുമ്പോൾ ബാഹ്യകലകളെ ധ്യാനിക്കുന്നുണ്ട്. പക്ഷെ ഈ 21ാം ശ്ലോകം ദേവിയുടെ ഏറ്റവും ആന്തരമായ, ഏറ്റവും മഹത്തായ ആന്തരകലകളുടെ ധ്യാനമാണ്. അത് ബാഹ്യകലകളുടെ ധ്യാനമല്ല ഈ പറഞ്ഞത്. ബാഹ്യ കലാ ധ്യാനത്തിൽ നമ്മൾ പുസ്തകവും പത്മവും എല്ലാം ധരിച്ച് പത്മാസനസ്ഥയായിരിക്കുന്ന ആ ബാഹ്യരൂപം അല്ല ഇവിടെ പറഞ്ഞത്. ഇവിടെ ആന്തരകലകളുടെ ധ്യാനമാണ്. ചിത് സ്വരൂപത്തിന്റെ ആഭ്യന്തര ധ്യാനം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഈ ധ്യാനം ഏറ്റവും മഹാനായ വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആന്തരധ്യാനം ഏറ്റവും മഹാനായ വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഇതാണ് ഈ മണിമേഖലാ കാവ്യത്തിൽ മണിമേഖലാ ദേവിക്ക് സാധിച്ചു എന്ന് പറയുന്ന ധ്യാനം. ഈ ആന്തരധ്യാനമാണ്. നാരായണീയം എഴുതിയ മേൽപ്പത്തൂരിന് ഇതുണ്ടായിട്ടുണ്ട് അല്ലേ? നാരായണ ഗുരുവിന് ഉണ്ടായിട്ടുണ്ട്. എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ജന്മങ്ങളില്, കഴിഞ്ഞ പൂർവ്വജന്മങ്ങളില് പുണ്യം ചെയ്ത യോഗികൾക്ക് ഈ ജന്മത്തിൽ അത് നാച്ചുറലായിട്ട് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടാവുന്നുണ്ട്. ആദിശങ്കരാചാര്യർക്ക്, ജ്ഞാനേശ്വരനൊക്കെ വളരെ ചെറുപ്പത്തിലേ ഉണ്ടായി. ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. എത്രയോ പേർക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്കും ഉണ്ടാവും. അപ്പൊ ഇത് ആരുടെയും കുത്തകയായിട്ട് ആർക്കും എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഒന്നേ ആവശ്യമുള്ളൂ, നമ്മൾ അതുപോലെ ജീവിക്കണം. അതുപോലെ ജീവിച്ചാൽ ആർക്കും സാധിക്കും. അത്രയേ ഉള്ളൂ. ഈ അനുഭവം നേരിട്ടെറിഞ്ഞ ഒരു വ്യക്തി സദാശിവ തത്വവുമായി തന്മയീഭാവം പ്രാപിച്ച് ജീവൻ മുക്തനായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഈ ജീവൻ മുക്തിയുടെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ വൈദ്യത്തില് നേരത്തെ പറഞ്ഞ മഹാഭിഷക്കായിട്ട് ഒറ്റ കടാക്ഷം കൊണ്ട് സകല രോഗവും ഹരവുമായിട്ടുള്ള ആ കടാക്ഷം സാധിക്കണമെങ്കിൽ അതിന് എത്ര വലിയ തപശ്ചര്യ ഒരാൾ ചെയ്തിരിക്കണം. ഇങ്ങനെ സ്വയം സ്വാനുഭൂതി അനുഭവിച്ചറിഞ്ഞിണ്ടാവണം. അല്ലാതെ പാണ്ഡിത്യം കൊണ്ട് അത് സാധിക്കില്ല. സ്വാനുഭൂതിയുള്ള ആൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. വെറും പാണ്ഡിത്യമുള്ള ശുഷ്ക പണ്ഡിതന്മാർക്ക് ഇത് സാധിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ മണ്ടത്തരം ഭൂമിയിൽ ആർക്കും പറ്റില്ല. അങ്ങനെയല്ല പണ്ഡിതന്മാർക്ക് സാധിക്കുന്നു ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പണ്ഡിതന്മാർക്ക് പാണ്ഡിത്യം കൊടുക്കുന്നത് ദേവിയാണ്. അതുപോലെ ഇങ്ങനെയുള്ള അനുഭവം കൊടുത്തിട്ട് പാണ്ഡിത്യം കൂടി കൊടുത്ത രണ്ടും കൂടെ കൊടുക്കുന്നതും ദേവിയാണ്. അനുഭവം കൊടുത്ത് പാണ്ഡിത്യം കൊടുക്കുമ്പോൾ ആ പാണ്ഡിത്യത്തിനൊരു വിലയുണ്ട്. അനുഭവം ഇല്ലാത്ത പാണ്ഡിത്യത്തിന് വില കുറവാണ്. അനുഭവം ഇല്ലാത്ത ജ്ഞാനത്തിന് വില കുറവ്. ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല അതിന്. ഒരറിവ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരറിവ് നേടി, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അറിവ് നേടി എന്നല്ലാതെ ആ യോഗിജ്ഞാനത്തിന്റെ അത് കിട്ടില്ല അതിന്. അപ്പൊ അനുഭവത്തോടു കൂടിയ ജ്ഞാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അനുഭവത്തോടു കൂടിയ ധ്യാനത്തിലല്ലേ അനുഭവം വരുള്ളൂ അല്ലേ? ആ ആന്തരധ്യാനം ശീലിക്കാൻ തന്നെ നമ്മൾ തപസ് ചെയ്തിട്ടുണ്ടാവണം. പൂർവ്വജന്മ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. പൂർവ്വജന്മത്തിൽ തപസ് ചെയ്തിട്ടുണ്ടാവണം നമ്മൾ. എന്നാലേ ആ ധ്യാനം തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ.